എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും തരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് വന്നിട്ട് തലവേദനയെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തലവേദന അനുഭവിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ അത്രയും പ്രസക്തമായ ഒരു ഇഷ്യൂ തന്നെയാണ് തലവേദന നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമുക്ക് ഇനി ഒട്ടും വളച്ചുകെട്ടലില്ലാതെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്നെ അറിയാത്തവർക്ക് വേണ്ടി എന്റെ പേര് സെറിൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂർ ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന സ്ഥാപനം നടത്തുന്നത് കേട്ടോ. അപ്പോ ഈ തലവേദനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആയുർവേദ വിധി പ്രകാരം തലവേദന എന്ന് പറയുന്നത് വാത പിത്ത കഫദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ അധികരിക്കുമ്പോഴാണ് തലവേദന ഉണ്ടാവുന്നതെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അതേപോലെ തലവേദനയെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണാണ് അർദ്ധാവഭേദകം, ശംഖകം, സൂര്യാവർക്കം. ഓക്കെ, ഇത് മൂന്ന് തരത്തിലുള്ള തലവേദനകളാണ്. ഈ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തലവേദന എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് വരുന്നതെന്ന് വെച്ചാൽ അത് ഒട്ടുമിക്കതും ടെൻഷൻ കാരണവും സ്ട്രെസ് കാരണവുമാണ് ഈ തലവേദന നമുക്ക് കൂടുന്നത്. അതേപോലെ ആൻസൈറ്റി, പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരുപാട് തലവേദന, അതാണ് ഇപ്പോഴത്തെ ഒരു കോമൺ ആയിട്ടുള്ള തലവേദനയുടെ വില്ലനായിട്ട് വരാറ്. അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഉറക്കം വളരെയധികം നമ്മുടെ ഇടയിൽ കൂടുന്നുണ്ട്. സ്ട്രെസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കിന്റെ പ്രശ്നങ്ങൾ, വർക്കിന്റെ സ്ട്രെസ് അല്ലെങ്കിൽ ഫാമിലിയിലായിട്ടുള്ള സ്ട്രെസ്സുകൾ കൊണ്ടൊക്കെ നമ്മുടെ ഉറക്കത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിൽ. അത് തലവേദനയ്ക്ക് ഒരു വലിയൊരു കാരണമായിട്ട് മാറാറുണ്ട് കേട്ടോ. പിന്നെ അതിൽ വരുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാവുന്നത്, ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഒറ്റമൂലികൾ പറയുന്നതിന് മുൻപ് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് യോഗ, മെഡിറ്റേഷൻ. അതായത് ടെൻഷൻ കൊണ്ടുള്ളതൊക്കെ നമുക്ക് യോഗ വഴിയും മെഡിറ്റേഷൻ, അതേപോലെ ഒരു ഉറക്കം ശരിയാക്കുക എന്നുള്ള ചികിത്സയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെയധികം നല്ല രീതിയിലൊക്കെ മാറ്റം വരുത്താനായിട്ട് പറ്റാറുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു മാനസികമായ സമ്മർദ്ദം നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ നമുക്ക് ഒരു ഫാമിലിയിലായിട്ടുള്ള സ്ട്രെസ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് എന്ത് സാഹചര്യം കൊണ്ടാണെങ്കിലും ആ സാഹചര്യത്തിൽ നിന്ന് ഒരു ടെമ്പററി ആയിട്ടാണെങ്കിലും ഒരു ചെറിയൊരു ഉൾവലിയ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം, അതൊന്ന് മാറുക, അല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കാനായിട്ട് തുടങ്ങും. വർക്കിന്റെ കാര്യത്തിലായാലും ഒരു ചെറിയ ഇന്റർവെല്ലുകളൊക്കെ എടുക്കുക, എന്നിട്ട് അത് സ്ട്രെസ് ചെയ്യാതെ തന്നെ, സ്ട്രെസ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫാമിലിയിൽ വരുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ അത് അവിടെ വിട്ടുക. ഫാമിലിയിൽ വരുമ്പോൾ ഫാമിലിയിൽ കാര്യങ്ങളായിട്ട് നീങ്ങുക. അതാണ് നമുക്ക് ഇതിൽ, അതായത് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമാധാനം ലഭിക്കുകയും അത് തലവേദന കുറയ്ക്കാനായിട്ടുള്ള കാരണങ്ങളിലേക്കും പോകും. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒറ്റമൂലികളൊക്കെ വരുന്നുണ്ട്, അപ്പൊ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം, സ്കിപ്പ് അടിക്കാതെ കാണാം കേട്ടോ. പിന്നെ ഒരു വരുന്ന കാരണമാണ് വളരെ വൈകി തല കുളിക്കുക എന്നുള്ളത്. വളരെ വൈകി തല കുളിക്കുന്നത് പലരും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ പലരും വരുന്നത് ലേറ്റ് ആയിട്ടാവും, അല്ലെങ്കിൽ മോർണിംഗ് അവർക്ക് നേരത്തെ ആയിരിക്കും ക്ലാസ് അല്ലെങ്കിൽ കോളേജ് അതേപോലെ ഓഫീസൊക്കെ ആകുമ്പോൾ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ തല കുളിക്കാനൊക്കെ വളരെ വൈകിട്ടാണ് പറ്റാറുള്ളത്. അങ്ങനത്തെ അവസരങ്ങളിൽ ഈ തലനീരിറങ്ങി തലവേദന വരാറുണ്ട്. അതേപോലെ നമുക്ക് ഈ തലവേദന ചില സമയങ്ങൾ അനുസരിച്ച് മാറാറുണ്ട്. ചിലപ്പോൾ എന്താണ്, നമുക്ക് നട്ടുച്ചയ്ക്കായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് തലനീരിറങ്ങി നട്ടുച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പൊ നട്ടുച്ചയ്ക്കാണ് നമ്മളിപ്പോൾ തല കുളിക്കുന്നത് വെച്ചാൽ അതിൽ തലനീരിറങ്ങിയിട്ട് നമുക്ക് തലവേദന വരാം, മനസ്സിലായോ? അതുപോലെ നമുക്ക് ചില സമയത്ത് വെയിലുള്ള സമയത്തായിരിക്കും, അതായത് നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ചൂട് വരുന്നത്. സൂര്യാവർത്തം എന്ന് പറഞ്ഞ തലവേദന നമ്മൾ പറഞ്ഞു, അത് സൂര്യപ്രകാശത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയാണ്. അത് പിന്നീട് ഒരു വൈകിട്ടാകുമ്പോഴേക്കും ആ തലവേദന മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അതായത് ഒരു വെയിലാറുമ്പോൾ അത് ശമിക്കും. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ഇത്തരത്തിലുള്ള തലവേദനകൾ കാണാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ തലയുടെ ഒരു ഭാഗത്ത് മാത്രമേ വേദന കാണുള്ളൂ. ചില തലവേദനകൾ തലയുടെ ഒരു ഭാഗത്ത് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് തലയിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തില്. അതേപോലെ നമ്മുടെ ശരീരത്തിലെ കഫം വർദ്ധിക്കുമ്പോഴാണ് ഇതേപോലെ തലവേദനകളും മൈഗ്രെയിൻ അങ്ങനത്തെ ഇഷ്യൂസ്, മൈഗ്രെയിൻ തലവേദനയിലൊരു ഇതാണ്, വെറൈറ്റിയാണ് അതൊക്കെ വരുന്നത്. പിന്നെ എന്താ ചെയ്യാം, നമുക്ക് ഈ കഫം കൂടുന്ന സന്ദർഭങ്ങളിൽ ഛർദി വന്നതിന് ശേഷം ആ കഫം മുഴുവൻ നമ്മൾ ഛർദ്ദിച്ചു പോവുകയും അങ്ങനെ അത് ശമിക്കുകയൊക്കെയാണ് ചെയ്യാറ് ചിലവരുടെ കേസുകളിൽ, എല്ലാവരുടെ കേസുകളിലല്ല. പിന്നെ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ AC-യുടെ അമിത ഉപയോഗം. AC ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ ഇംബാലൻസ് വരാറുണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്ത്, AC-യിൽ ഇരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തന്നെ നല്ല ചൂടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ AC ഉള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് ടെമ്പറേച്ചറുകളാണ് വരുന്നത് അല്ലെ. അപ്പോൾ അത് നമ്മളെ എപ്പോഴും നമ്മുടെ തലവേദന ഉണ്ടാക്കാനൊക്കെ കാരണമാവാറുണ്ട്. അതുപോലെ AC-യിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴും AC-യിൽ നല്ല തണുപ്പായിരുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടിലേക്ക് വരുമ്പോൾ തലവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് ബ്ലഡ് പ്രഷർ. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് തലയിൽ വേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്, തലച്ചോറിൽ രക്തസമ്മർദ്ദം കൂടുന്നു, രക്തക്കുഴലിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ ചില കേസുകളിൽ ബ്ലോക്ക് ഉണ്ടാവും, ചില കേസുകളിൽ രക്തസമ്മർദ്ദം വന്ന് അവിടെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ക്ലോട്ടുകൾ ഫോം ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സർജിക്കൽ ഇന്റർവെൻഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കാർസിനോമിയൊക്കെ, അതൊക്കെ നിങ്ങൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ പേടിക്കേണ്ട, അതൊക്കെ വളരെ ചെറിയൊരു ചാൻസ് മാത്രമാണ്. പക്ഷെ അത് എന്താ പറയാ, അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അതും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ
ബ്രെയിൻ ട്യൂമർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയൊക്കെ ബ്രെയിൻ ട്യൂമർ വരുന്ന സമയത്ത് നമുക്ക് തലവേദന വളരെ കലശലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ സ്ത്രീകളിൽ വരുന്ന ഒരു പ്രശ്നമാണ് പീരീഡ്സ് വരുന്ന സമയത്ത്, ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പീരീഡ്സിന്റെ സമയത്തൊക്കെ നമുക്ക് തലവേദന നല്ല രീതിയിൽ വരുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് സ്ക്രീൻ ടൈം. നമ്മൾ എന്താ പറയാ ടി വി അതേപോലെ തന്നെ മൊബൈലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കുട്ടികളായാലും മുതിർന്നവരായാലും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റേസ്, ഈ ബ്ലൂ റേസ് നമ്മുടെ കണ്ണുകളിൽ അടിച്ചിട്ട് നമുക്ക് കണ്ണിന് സ്ട്രെയിൻ കൂടുകയും അങ്ങനെ തലവേദന ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊടിക്കൈയിലേക്ക് വരാണ്. എല്ലാവരും കേൾക്കാൻ കാത്തിരുന്നത് പൊടിക്കൈകളാണ്. അപ്പൊ എനിക്കറിയാം. അപ്പൊ പൊടിക്കൈകൾ അല്ല ഒറ്റമൂലികൾ വെച്ചാല് ആദ്യം ചെയ്യേണ്ടത്, ഇത് വളരെ ചെറിയ സ്റ്റേജിലൊക്കെയാണ്, സ്റ്റാർട്ടിംഗ് ആണ്, എങ്ങനെയാണ് ഇത് മാറാന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് കേട്ടോ. അപ്പൊ ചുക്ക് എടുക്കുക. ചുക്ക് അത് ശുദ്ധജലത്തിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് അത് നമ്മുടെ നെറ്റിയിൽ ഇവിടെ ഇങ്ങനെ ലേപം പോലെ പരട്ടിയിട്ട് കുറച്ചു നേരം ഉണങ്ങാൻ വെക്കുക. ഉണങ്ങി കഴിയുമ്പോൾ അത് കഴുകി കളയുക. അപ്പൊ ഇത് നല്ലൊരു പൊടിക്കൈയാണ്. നമുക്ക് ചെറിയ രീതിയിലുള്ള തലവേദന, ഒരു ദിവസമൊക്കെ ആയിട്ട് തലവേദന ഉണ്ട്, എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് ആദ്യം തന്നെ ദോഷ നിരൂപണം നടത്തിയിട്ടാണ് എന്തുതരം മെഡിസിൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ദോഷ നിരൂപണം എന്ന് വെച്ചാൽ വാദികമായ ചില തലവേദനയാണെങ്കിൽ വാദം കുറയ്ക്കണ മരുന്നുകളാണ് നമ്മൾ എഴുതുക. കഫജമാണെങ്കിൽ കഫം കുറയ്ക്കുന്ന, അതുപോലെ പൗത്തിജമാണെങ്കിൽ പൗത്തികമായിട്ടുള്ള കഷായങ്ങളും ഔഷധങ്ങളും എഴുതേണ്ടി വരും. അപ്പൊ അത് ഏതാണെന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയതിനു ശേഷമാണ്. അപ്പൊ അതിൽ പല രീതികളിലും നമ്മൾ ഭക്ഷണ രീതിയിലും ജീവിത രീതികളിലും തന്നെ മാറ്റം വരുത്തുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ചിലവരിലൊക്കെ ജീവിത രീതികൾ കൊണ്ടും ഡയറ്റ് കൊണ്ടൊക്കെ അങ്ങനെ തലവേദനകൾ വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് പ്രധാനമായിട്ട് ട്രീറ്റ്മെന്റ് നമ്മൾ തലവേദനയുള്ള ആൾക്കാരിൽ ചെയ്യുന്നത് കഷായ സേവകളാണ്. പിന്നെ നസ്യം, പഞ്ചകർമ്മ, തൈലധാര, ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ആയുർവേദ വൈദ്യന്മാരെ ചെയ്യുന്നത്, തലവേദന വരുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ പഞ്ചകർമ്മയൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ അത്രയും എക്സ്ട്രീം ലെവലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് പഞ്ചകർമ്മയൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കഷായ സേവകൾ കൊണ്ടും നസ്യം കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ലേപം കൊണ്ടൊക്കെ തന്നെ ഗുളിക കഴിക്കുന്നതിലൂടെയൊക്കെ നല്ല മാറ്റം വരാറുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കഷായം എന്ന് പറയുന്നത് പത്യശൃംഗം കഷായം എന്നുള്ളത് വളരെ എഫക്റ്റീവ് ആയത്. പിന്നെ വരണാതി കഷായം, വരണാതി ഘൃതം, ഓക്കെ. പിന്നെ ക്ഷീരബലം 101 അത് കൊടുക്കാറുണ്ട്. പിന്നെ ബലഹടാതി തൈലം, അതൊക്കെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനും അതിനൊക്കെ ബലഹടാതി തൈലം കൊടുക്കാറുണ്ട്. നിഷ്കൽക്ക തൈലം. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ തലവേദനയ്ക്ക് ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളാണ്. പക്ഷെ ഇത് ഓരോ രോഗിയുടെ രോഗബലത്തിനും അവരുടെ അവസ്ഥയ്ക്കും അനുസരിച്ച് ആയുർവേദ ഡോക്ടേഴ്സ് തന്നെയാണ് അത് പറഞ്ഞു തരുന്നത്. ഒറ്റമൂലി ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഔഷധങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റ് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നസ്യം വളരെയധികം പ്രയോജനകരമായ ഒന്നാണ്. നസ്യം എന്ന് പറയുന്നത് 2 തരത്തിലുള്ള നസ്യമുണ്ട്, മർഷനസ്യവും പ്രതിമർഷനസ്യം. ഇപ്പൊ മർഷനസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റില്ല. പ്രതിമർശ നസ്യാണ് നമുക്ക് നിത്യം സേവിക്കാൻ പറ്റുന്ന നസ്യം എന്ന് പറയാം. പ്രതിമർശ നസ്യത്തിൽ നമുക്ക് 2 തുള്ളി വീതം ഡെയിലി നമുക്ക് മൂക്കില് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം വരാറുണ്ട്. അതേപോലെ മർഷനസ്യത്തിൽ വരുമ്പോൾ നമ്മുടെ ആ ഡോസ് കൂടും, അതായത് ഒഴിക്കുന്ന തുള്ളിയുടെ എണ്ണം കൂടും. അപ്പൊ പക്ഷെ അത് ഒരു ചെറിയ കാലയളവിൽ മാത്രമാണ് നമ്മൾ മർഷനസ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊരു ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവരെ ഡോക്ടറെ കണ്ട് സമീപിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. അതേപോലെ ഘൃതസേവ വളരെ നല്ലതാണ്. ഭക്ഷണശേഷം ഒരു മെഡിക്കേറ്റഡ് ഘൃത, അതായത് ഞാൻ വരണാതി ഘൃതയൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ നല്ലതാണ്. നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ നമുക്ക് കറക്റ്റ് ഒരു സിസ്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രെയിനിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ MRI CT സ്കാൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടർക്ക് ഈസിലി നമുക്ക് പറയാൻ പറ്റും അവിടെ ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ്, തലവേദനയെ കുറിച്ചുള്ള എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ, പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂവിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.